തിരനുറയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം, തിരിതെളിയും മണിമിഴിയിൽ സുരഭില സൂര്യകണം, കവിളുകളോ കളഭമയം കാഞ്ചനരേണുമയം, ലോലലോലമാണു നിന്റെ അധരം. തിരനുറയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം. ചൈത്രരാവാണു നീ, വെണ്ണിലാവിൻ്റെ വെണ്ണ തോൽക്കുന്ന പൊൻകിനാവാണു നീ, ചന്ദ്രകാന്തങ്ങൾ മിന്നി നിൽക്കുന്ന ചൈത്രരാവാണു നീ. മാരോത്സവത്തിൻ മന്ത്രക്കേളി മന്ദിരത്തിങ്കൽ മഴത്തുള്ളി പൊഴിക്കുന്നു മൂകിൽ പക്ഷിയുടെ നടനം. തിരനുറയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം, തിരിതെളിയും മണിമിഴിയിൽ സുരഭില സൂര്യകണം. गोदनागतिं गच्छन्तु प्रतापं प्रकाशितं सामसूजी अग्रे यशस् नन्दकुयन्सु लेयो भीकरी रक्तसिर अहं सहा भीष्ट. ചാർത്തുവാൻ മിന്നൽ നൂലുമായി നിൽക്കവേ, കന്മദം പോലെ ഗന്ധമാർന്നൊരി കാൽപ്പടം മൂടുവാൻ, നൂപുരം കോർത്തു ചാർത്തുവാൻ മിന്നൽ നൂലുമായി നിൽക്കവേ. ദേവി വരപ്രസാദം തേടി വരുന്നൊരിൻ്റെ ഇടനെഞ്ചിൽ മിടിക്കുന്നതിടക്കതൻ സ്വരജതിയോ. തിരനുറയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം, തിരിതെളിയും മണിമിഴിയിൽ സുരഭില സൂര്യകണം, കവിളുകളോ കളഭമയം കാഞ്ചനരേണുമയം, ലോലലോലമാണു നിന്റെ അധരം. തിരനുറയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം. സരിഗമഗമ 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 ധരി ധരി ഗമ ധരി ധരി ഗമ ധരി മദരി സരി സ മദരി സരി സ മദരി ധരി സ ധരി സ ധരി സ ധരി സ ധരി സ നി സരി സ ധരി ധരി മദ മദ ഗമ ഗമ രി ഗ രി ഗ സരി സരി നി സരി സ നി സരി സ ധ നി സ ധ മ നി ധ നി സ ഗ മ. സർഗ, എന്തോ ഇതാരാ കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതോ? അല്ലെന്ന് തോന്നാൻ സാറ് കാവിലെ ഭഗവതി നേരിട്ട് എടുക്കുന്നത്. എങ്ങനെ മോഡുലേഷൻ?
കൊളമാക്കി കയറ്റുന്നു. സാറ് സർഗ എന്തോ? അടിപൊളി, നല്ല സോങ് സെലക്ഷൻ. പിന്നെ ഈ സിനിമ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയല്ലേ. മൊത്തത്തിലെ കണ്ടസ്റ്റൻസിന്റെയും ഓർക്കസ്ട്ര ഒരു കൊളാബറേഷൻ ആയിരുന്നു ഇവിടെ നമ്മൾ കണ്ടത്. നിങ്ങളുടെ കൂടെ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ വേണമായിരുന്നു ഇവിടെ. അതെ ശ്രീതേട്ടാ, കലക്കി, അടിപൊളിയായിരുന്നു. തകർത്ത് ഓർക്കസ്ട്ര അല്ലേ? അതെ അതെ, സൂപ്പർ എല്ലാരും. കോറസ് പറയേണ്ട കാര്യമല്ലേ, ഭദ്രയ ചെയ്ത പോർഷൻ ഉണ്ടല്ലോ, ഈ പാട്ട് പല വേദികളിലും ആൾക്കാർ പാടാറുണ്ട്. ഈ ഒരു ഭാഗം മാത്രം ആരും ചെയ്യാറില്ല. അത് ഭദ്രി ചെയ്തു. അവൻ കോസ്റ്റ്യൂം വരെ അതിനനുസരിച്ച് സെറ്റ് ചെയ്തിട്ടൊക്കെ വന്ന്. ഓ മൈ ഗോഡ്. അതിന്റെ മോളെ നീ നന്നായിട്ട് പാടി കേട്ടോ. ബ്യൂട്ടിഫുൾ, സൂപ്പർ. സൈഡിൽ ഒരാളുണ്ടായിരുന്നല്ലോ, ഒരു കണ്ടക്ടർ, എല്ലാം പറഞ്ഞു കൊടുക്കുന്ന ഒരാള്. മോനും പാടിയില്ലേ? ഓ പാടി. നന്നായിരുന്നു. നന്നായിരുന്നു മക്കളെ. എവിടാന്ന് മനസ്സിലായില്ല, പക്ഷെ നന്നായിരുന്നു. ഓ പാടി. കൊള്ളായിരുന്നടാ, നിങ്ങൾ 3 പേരും കലക്കി. അപ്പൊ സർഗക്കുട്ടിയുടെ പാട്ട് എങ്ങനെ ഉണ്ടായിന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ഓക്കെ ചേച്ചി. സർഗക്കുട്ടി നന്നായിട്ട് പാടി. താങ്ക് യു മാം. എന്നാൽ സർഗക്കുട്ടിയുടെ ഉള്ളിൽ ഒരു ഭയം എവിടെയോ ഒളിഞ്ഞിരുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഉണ്ടായിരുന്നോ? ഇല്ല. ഇല്ലേ? ഇല്ല. അപ്പൊ എനിക്ക് വെറുതെ തോന്നിയതാ. വേണമായിരുന്നു. എന്ത് ചോദിച്ചാലും ഇല്ലാന്ന് പറയണം. ഈ അനുപല്ലവിയും ചരണമൊക്കെ തുടങ്ങുന്ന സ്ഥലത്തൊരു ധൈര്യക്കുറവ് എനിക്ക് തോന്നിയത്. പാടുമ്പോഴത്തേക്ക് ആ എവിടെയാ തുടങ്ങേണ്ടത് എന്നുള്ള ഒരു വെപ്രാളം ഇവിടെ തന്നെയാണോ എന്നുള്ളൊരു സംശയം മനസ്സിൽ പോകുന്നുണ്ട്. ത്രൂ ഔട്ട് ദ സോങ് ആ ആദ്യം വന്ന കോൺഫിഡൻസ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. കേട്ടോ മോള്, നന്നായി പാടി. ഇത് ഒന്നാമത് അത്രയും ലാസ്യമായ പാട്ടാണ്. ഒരുപാട് ഒഴുക്കുകളും ഒരുപാട് ഗാംഭീര്യമുള്ള ഒരു പാട്ടാണ്. ദാസേട്ടന്റെ ശബ്ദം എന്ന് പറയുന്നത് മൈ ഗോഡ്, മാജിക് ആണ് ഈ പാട്ടിനകത്ത്. അത് എല്ലാ റേഞ്ചിലും. ആ ബേസ് വോയിസ് ഒക്കെ അദ്ദേഹത്തിന്റെ കേൾക്കുമ്പോൾ നമുക്ക് രോമാഞ്ചമാണ്. ഒന്നാമത് നല്ല ഒരു ഔട്ട്ഫിറ്റ്, ഇതിന് പറ്റിയ ആ ഒരു റെഡ് കളർ. ആ മൂവി മുഴുവൻ, ഈ പാട്ട് മുഴുവൻ അങ്ങനത്തെ ഒരു റെഡ് ലൈറ്റ് അല്ലേ, നല്ല രസം ഉണ്ടായിരുന്നു. മൊത്തത്തിൽ ഈ പെർഫോമൻസ് ശരിക്കും ഓർക്കസ്ട്ര, കോറസ്, മോളും ഗംഭീരാക്കി. ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു തെറ്റുകൾ ഞാൻ എഴുതിയിട്ടില്ല, കാരണം എനിക്ക് അതിനുള്ള സമയം കിട്ടിയില്ല. ചില ഭാഗങ്ങൾ മാത്രം ഒന്ന് തുടങ്ങി വന്ന സമയത്തൊന്ന് കുറച്ച് ഫ്ലാറ്റായ മാതിരി എനിക്ക് 2-3 സ്ഥലത്ത് അങ്ങനെ തോന്നി. അതും കൂടി ഒന്ന് സ്റ്റഡി ആയിരുന്നെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സൂപ്പർ പെർഫോമൻസ്. ഐ ലവ് ഇറ്റ്. താങ്ക് യു ചേച്ചി. ശരത് സർ. മക്കളെ, എന്തോ ബ്യൂട്ടിഫുൾ സോങ് ഡാ, ഉഗ്രം പാട്ട്, ഒരു വല്ലാത്ത വൈബാണ് ഇത് കേൾക്കുന്നത്. നമുക്കത് ആരായി സെലക്ട് ചെയ്തന്നെ? ഞാനും അച്ഛനും അമ്മയും കൂടി സെലക്ട് ചെയ്തതാ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് പറയൂ, ആരൊക്കെയാണ്? ഇത് സിനിമ അനന്തഭദ്രം, ആ മ്യൂസിക് MG രാധാകൃഷ്ണൻ സാർ, ലിറിസിസ്റ്റ് ഗിരീഷ് പുത്തഞ്ചേരി സാർ, പാടിയത് യേശുദാസ്. ഇനി എന്ത് വേണം? ആ ഒരു കോമ്പിനേഷൻ തന്നെ പോരെ. ഇത് അണ്ണാച്ചി എഴുതി വെച്ചേക്കുന്നത് അസാധ്യം, ഒരു നിവൃത്തിയില്ല. ആ വൈബേ സൂപ്പർ. മോളെ, ഞാൻ ഈ പാട്ട് നീ എടുത്തപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് ഫീൽ ചെയ്ത് ഞാൻ സത്യസന്ധമായിട്ട് പറയാം. തിരനുരയും എന്ന് പറഞ്ഞ ആ ദാസേണ്ട ഇടിവെട്ട് ശബ്ദത്തിൽ കേൾക്കുക, കൊച്ച് എന്തായിരിക്കും ഈ പാടുന്നത്, എങ്ങനായിരിക്കും എന്ന് ഞാനിങ്ങനെ വിഷമിച്ചു സത്യത്തിൽ. ആ തുടക്കം തന്നെ അതിൻ്റെ ആ ഒരു ഗും കിട്ടുമോ എന്ന് ചോദിച്ചു. പക്ഷെ അത് കിട്ടിയടാ, ഈ പാടി തുടക്കമൊക്കെ മനോഹരമായിരുന്നു മോളെ. പിന്നെ ഈ വെണ്ണിലാവിൻ്റെ അവിടെ ശരിയാവാത്തൊരു അവസ്ഥ. അവിടെ വന്നപ്പോഴത്തേക്കും വോയിസ് ചെറുതായിട്ടൊന്ന് അടഞ്ഞു. ചെറുതായിട്ടോ? ആ ഒരു ഹൈ പോയ സമയത്ത് ചെറുതായിട്ടൊന്ന് വോയിസ് ആണ്, പിന്നെ വീണ്ടും ഓക്കെ. നോ, അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, സ്വീകാര്യമല്ല. അത് ഞങ്ങൾ സ്വീകരിക്കത്തില്ല. മകൾ, അതൊന്ന് കൃത്യമായിട്ട് പാടാമോ? ആ ഒരു 2 ലൈൻ. ചന്ദ്രകാന്തങ്ങൾ മിന്നി നിൽക്കുന്ന ചൈത്രരാവാടു നീ. മോളെ, ആ ഗ്ലൈഡ്സ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് നാക്ക്. തീരിനി നാരേ രേ രേ രാരേ ദേരേ രേ 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 രേ. കൃത്യതയോടെ ഒന്ന് പാടിക്കേ. ചന്ദ്രകാന്തങ്ങൾ മിന്നി നിൽക്കുന്ന ചൈത്രരാവാണു നീ.
ഓക്കെ. ഇപ്പോൾ ഒരുവിധം അത് ഒരുപാട് ആടിക്കളിച്ചിരുന്നു മക്കള് പാടുമ്പോൾ. പിന്നെ എനിക്ക് ആ സ്വരം ഒന്ന് പാടാമോ? ചുമ്മാ അതൊരു വികാരത്തിന്. സരി ഗമ ഗമ സരി ഗമ ഗമ സരി ഗമ ഗമ ധനി ധനി ഗമ ധനി ധനി ഗമ ധനി ധനി ഗമ ധനി മദനി സനി സ മദനി സനി സ മദനി സ ധനി സ ധനി സ ധനി സ ധനി സ ധനി സ ഗമ ആ നിസ നിസ ധനി ധനി മദ മദ ഗമ ഗമ രിഗ രിഗ സരി സരി നി സരി 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 സ ധ നി സ ധ മ നി അതെ. ധനി സ ഗ മ. ആ നൈസ്. അതെന്തായിരുന്നു ഈ പാടി വന്നപ്പോൾ എന്തായിരുന്നു ആക്ഷൻ മോളെ? ഒന്നുകൂടെ പാടാമോ? എനിക്കതൊന്നുകൂടെ കാണാൻ ആഗ്രഹം. ആക്ഷനോ? ആ അല്ല, പാടുമ്പോൾ അത് വരും നിനക്ക് ഓട്ടോമാറ്റിക്കായിട്ട്. അവിടെ തൊട്ട് പാടും, ഓർമ്മയില്ല അത് വരും. ഇപ്പൊ നീ നോക്കിക്കോ. ആ നിസ നിസ ധനി ധനി മദ മദ ഗമ ഗമ രിഗ രിഗ സരി സരി നി സരി സ നി സ നി സരി സ നി സരി സ ധ നി സ നി സരി നി സരി സ നി സരി സ നി സരി സ നി സരി സ ധ നി സ ധ മ. പക്ഷെ അത് നല്ലതായിരുന്നു. അല്ല, കുറച്ചൊക്കെ നമ്മൾ ഈ ഫിസിക്കലി ചിലർക്ക് അതൊരു ശീലമാണ്. നമ്മൾ താഴെ പാടുമ്പോൾ ഇങ്ങനെ കൈയാക്കി അത് കുറേ ഹെൽപ്പ് ചെയ്യും നമ്മൾ പാടാൻ. അത് അങ്ങനെ ആക്കിയില്ലെങ്കിലും പാടാൻ പറ്റും. അത് വെറും മാനസികമാണ്. അത് മക്കൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അത് ചിലപ്പോൾ അങ്ങനെയൊക്കെ വരും. നമുക്ക് പാടുമ്പോൾ ഇങ്ങനെയൊക്കെ ഇരുന്ന് പോകത്തില്ല, ചിലപ്പോൾ ഇങ്ങനെ ഇരുന്നില്ല പാടാൻ പറ്റത്തില്ല, പറ്റും. പക്ഷേ എങ്കിലും അതൊരു ഫീലാണ്. അപ്പോൾ അതൊക്കെ കൊള്ളായിരുന്നു. അപ്പോൾ ഇത് അവിടെ ഇവിടെ കുറച്ചൊരു ചേർച്ചക്കുറവ് മോള് തീ അതൊക്കെ കൃത്യമാവണം അവിടെ ആകട്ടെ. അവർ കുറച്ചും കൂടെ ക്ലാരിറ്റി. മോള് നന്നായിട്ട് പാടി കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ സരി ഗമ ഗമ സരി അത് ഒന്നും നോക്കണം. സരി ഗമ ഗമ സരി ഗമ ഗമ എന്ന് പാടരുത് കേട്ടോ. അത് ചിലപ്പോൾ വന്നു പോകണം. നമുക്ക് അറിയാം, നമ്മളിതിന് ചിലപ്പോൾ നമ്മൾ എത്ര പഠിച്ചു വെച്ചാലും ചിലപ്പോൾ തെറ്റിപ്പോകാൻ പാടും. അതൊരു വിഷയമല്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അല്ല, പിന്നെ എനിക്ക് പാറുവിൻ്റെ അടുത്തൊരു ചോദ്യം നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ഈ ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ ഒരു 5000 രൂപ ഞാൻ തരാം, ഉറപ്പായിട്ട്. നേരത്തെ പറയേണ്ടിരുന്ന ചോദ്യം ഉത്തരം പാസ് ചെയ്ത് ഇങ്ങോട്ട് ഗൂഗിളിൽ അടിച്ചു നോക്കാൻ. അതല്ല, ഞാൻ ചോദിക്കാം. ഹെൽപ്പ് ചെയ്താൽ ഞാൻ 1000 രൂപ കമ്മീഷൻ. ഒരിക്കലും രാഹുൽ ചെയ്യത്തില്ല. 1000 രൂപ. പാറു, ഈ ഫിലിമുമായിട്ട് എൻ്റെ വലത് വശത്തിരിക്കുന്ന ആൾക്കൊരു ബന്ധമുണ്ട്. ആ മിണ്ടരുത്, ഉടനെ അത് നല്ല കാര്യം എന്തെങ്കിലും ചോദിച്ചാൽ അവൾക്ക് പറയണ്ട, അറിഞ്ഞും കൂടെ പറയൂ. അവളെ വെയിറ്റ് ചെയ്യാൻ എനിക്ക് 5000 കിട്ടുന്നത് മക്കൾ കിട്ടത്തില്ല കേട്ടോ. മക്കൾ ഇങ്ങോട്ട് തരേണ്ടി വരും ഉത്തരം പറഞ്ഞു. ബന്ധം എന്ന് പറയുമ്പോ പാട്ടില് ബന്ധമുണ്ട്, പിന്നെ അല്ലാതെ മഞ്ചേരിയായിട്ട് അങ്ങനെ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പാട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള ബന്ധമാണോ പാട്ടിന് മുന്നേ ഉള്ള ബന്ധം? അതൊന്നും പറയില്ല, അങ്ങനെ പറ്റത്തില്ല. എന്നാ പിന്നെ എല്ലാ ഉത്തരം അങ്ങ് പറഞ്ഞാൽ ട്രാക്ക് പാടിണ്ടോ? അതൊന്നും പറയാതെ. ഇല്ല, ട്രാക്ക് പാടിയതൊരു ബന്ധമായിട്ട് ഞാൻ കണക്കി കൂട്ടത്തില്ല. അല്ലാതൊരു സീരിയസ് ബന്ധമുണ്ട്. നീ ഇത് പറഞ്ഞില്ല, ഡെഫിനറ്റ്. ഇപ്പം മഞ്ചേരി എന്നുള്ള ആൾ ഒരു എസ്റ്റാബ്ലിഷ്ഡ് സിംഗർ അല്ലേ. അപ്പം ഇത് എന്താണെന്നുള്ളത് പറഞ്ഞില്ല, ഡെഫിനറ്റായിട്ട് മഞ്ചേരി പിണങ്ങും, ഉറപ്പായിട്ടുള്ള കാര്യം, സത്യം. ചെയ്തോ അണ്ണാ? എനിക്കുണ്ടൊരു ബന്ധം ഈ സിനിമയായിട്ട്. ആദ്യമായി പോയി കണ്ടു. അല്ല, ഒരു ബന്ധമുണ്ട്. എല്ലാ ക്ലൂവും തന്നു, എന്നിട്ട് മനസ്സിലായി പാട്ടില് ബന്ധമൊന്നുമില്ല. ഈ പാട്ടിലല്ല, ഈ പടത്തിൽ അനന്തഭദ്രവുമായിട്ട് ബന്ധമുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഇത് ഞാൻ ഇപ്പോഴും ഞാൻ പറയാം, മഞ്ചേരി ഡെഫിനറ്റായിട്ട് നിന്നെ ഇപ്പോൾ അയ്യോ ചക്കര എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്ന് പിണങ്ങും, ഉറപ്പായിട്ട് പിണങ്ങും. ഇതില് വേറെ പാട്ട് പാടി ഉണ്ടാവും ചേച്ചി, അത് അടിച്ചങ്ങ് പറയൂ. അല്ല, പാടി കാണുമ്പോ പാട്ട് പാടിയിട്ടുണ്ട് ഈ സിനിമയിൽ. അതാണ് ഞാൻ ഇതിലെല്ലാം പാട്ട് അല്ല പാട്ട് പാടിയേക്കും. ചേച്ചി എന്നോട് ക്ഷമിക്കണേ. ഞാനൊരു കാര്യം പറയാം മഞ്ചേരി, ഇനി ഇവളെ കൊഞ്ചിക്കാൻ പോകരുത്. മഞ്ചേരി പിണങ്ങണം. ഞാൻ വേണമെങ്കിൽ അവൾക്ക് ഒരു ഡെഡിക്കേഷൻ ചെയ്യാം. വേണമെങ്കിൽ ചക്കരെ നീ ആയിട്ട് മഞ്ചേരി ഉടക്കി പിണങ്ങി, അതിന് നിനക്കൊരു ഡെഡിക്കേഷൻ. പിന്നെ ഇത് ഞാൻ പറഞ്ഞതാണ്, ചേച്ചി ഉടക്കൊന്നുമില്ല. ഉടക്കും ഇപ്പം തന്നെ ഉടക്കി പിണങ്ങി പാടിക്കോ. സിംഗിൾ അതന്നെ. ഇണക്കമാണോ എന്നോട്, ഇണക്കമാണോ അടുത്ത് വന്നാലും പൊന്നെ മടിച്ചു നിൽക്കാതെ, മിടുക്കിപ്രാവിൻ നെഞ്ചിൻ മിടിപ്പ് പോലെ തുടിച്ചു ചാഞ്ചാടും എന്റെ മനസ്സറിഞ്ഞൂടെ, കണ്ണുകളിൽ കുറുമ്പിന്റെ മിന്നലില്ലേ, പൂങ്കുയിലായി കുറുകുന്ന
ആ താങ്ക് യു ചേച്ചി. താങ്ക് അപ്പം മഞ്ജരി ആദ്യമായിട്ട് ഞാൻ എം ജി രാധാകൃഷ്ണൻ സാറിന് വേണ്ടി പാടിയ സിനിമ പാട്ട്. അതൊന്നും അതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നു. ഇല്ല, പക്ഷേ അവക്കറിയില്ല അത്. ഈ പാറുമായിട്ടുള്ള പിണക്കം മാറിയോ? ഞങ്ങളെ പിണക്കൊന്നുമില്ല. സോറി ചേച്ചി, എന്നോട് ക്ഷമിക്കണം. ഞങ്ങൾക്ക് ഒരു പിണക്കവും ഇല്ല. സോറി എത്ര ചേച്ചി, എന്നോട് വേണ്ട, ക്ഷമ. വേണ്ട, എരുതിയിൽ എണ്ണ ഒഴിക്കണ്ട. പിണക്കം എത്ര തവണ ഞാൻ പറഞ്ഞു? നിനക്ക് അല്ല, കത്തുമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങോട്ടല്ലേ ചോദിച്ചത് പിണക്കമാണോന്ന്. ഉം. പിണക്കമാണ് എന്നല്ലല്ലോ പറഞ്ഞത്. എന്റെ മഞ്ജരി പെട്ടെന്ന് ടെൻഷൻ ആയി പോയി. പെട്ടെന്ന് സാരില്ല, മാർക്കിടാ. പേടിക്കണ്ട. രാഹുൽ രാജിനൊരു ബന്ധമുണ്ട്. പറയൂ പാറു. ഇല്ല, രാഹുൽ പിണങ്ങും. നിങ്ങൾക്ക് ഇങ്ങനെ ബന്ധുക്കളായ എങ്ങനെ? അതൊന്നും ഞാൻ പറയുന്നില്ല. അയ്യോ, അത് വെളി പറയാൻ കൊള്ളരുതാത്ത ബന്ധമാണ്. ചോട്ടാ മുംബൈ സംഭവിക്കുന്നതിന് മുമ്പ് ഒരു പക്ഷേ എൻ്റെ ആദ്യത്തെ സിനിമ ആയേക്കാമായിരുന്ന ഒരു സിനിമയാണത്. ഓ, പക്ഷെ അത് ആവാഞ്ഞതുകൊണ്ട് നന്നായി. നല്ല കുറച്ച് പാട്ടുകളും മലയാളത്തിന് കിട്ടി. അങ്ങനെ ഒരു ബന്ധം. അത് അല്ല, അതിന്റെ ബന്ധം എന്ന് പറഞ്ഞാൽ ഇത് പ്രൊഡ്യൂസ് ചെയ്തത് രാജുവേട്ടനാണ്. മണിവൽ രാജു. രാജൻ. ചോട്ടാ മുംബൈയുടെയും പ്രൊഡ്യൂസർ രാജുവേട്ടനാണ്. അപ്പോൾ ഈ സമയത്ത് ഞാൻ രാജുവേട്ടനോട്, കാരണം അത് കഴിഞ്ഞിട്ട് അയ്യോ മോനെ അത് നടന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് ചോട്ടാ മുംബൈ സംഭവിക്കുന്നതൊക്കെ. അപ്പോൾ അതൊരു ഓർമ്മ. യെസ് മോളെ, എന്തോ വളരെ എന്താ പറയാ, കാവ്യാത്മകവും ഓ, സംഗീതാത്മകവുമായ ഒരു സർഗാത്മക സൃഷ്ടിയെ വളരെ സർഗാത്മകമായി അവതരിപ്പിച്ചു. എവിടെ? സർഗ SP നായർ. രണ്ടുപേരും ജഡ്ജ്മെന്റ് കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഇതൊക്കെ ആലോചിച്ചു. അതൊക്കെ എനിക്ക് മനസ്സിലായി. കൊറേ സമയം കിട്ടിയില്ല. കുറെ സമയം ഉണ്ടായിരുന്നു. അതിനുള്ളിൽ ആലോചിച്ചു വെക്കാം. ആ തുടക്കം ഞാൻ എന്ത് പറയണം? എന്തായാലും ഇവരെല്ലാരും എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്താണെങ്കിലും മോളെ ഒരു കാര്യം, ഈ ഓർക്കസ്ട്ര മോളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടോ. വലിയൊരു കയ്യടി. ആദ്യമേ പറഞ്ഞു കാണുന്നാൽ പോലും പറയാണ്, അതെ, ഈ പാട്ട് പുൾ ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എളുപ്പമൊന്നുമല്ല. വേണമെങ്കിൽ നമുക്ക് കവർ വേർഷൻ എന്നൊക്കെ പറഞ്ഞ് തക്കിട തരികയുടെ കോഡ്സ് ഇട്ട് വിടാം. പക്ഷെ അതല്ല, വാട്ട് എവർ ഇസ് ഇൻ ദ സോങ് എക്സാക്ട്ലി റീപ്രൊഡ്യൂസ് ചെയ്തു. എന്ന് ജതികളാണെങ്കിലും കോറസ് ആണെങ്കിലും ശരിക്കും നമ്മൾ ആ ഒറിജിനൽ റെക്കോർഡ് കേൾക്കുന്ന പോലെ തന്നെ നമുക്കൊരു ഔട്ട്പുട്ട്, നമുക്ക് ആ പുകമറ മോൾക്ക് കിട്ടി എന്നുള്ളൊരു വലിയൊരു കാര്യമാണ് കേട്ടോ. കാരണം ഈ പാട്ട് വിത്തൗട്ട് ദിസ് സപ്പോർട്ട് മോക്ക് ഇങ്ങനെ ഒരു പക്ഷെ പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ലായിരിക്കാം, അല്ലേ? ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടായിരുന്നു, അത് മഞ്ജരി പറഞ്ഞു. അതുപോലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഈവൻ ഷീ ടോൾ ദ സെയിം തിങ്. അതായത് ആ ഒരു വലിയ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. കുറേ സോ മെനി തിങ്സ് ആർ ഹാപ്പനിങ്. നമുക്ക് ചിന്തിക്കാൻ, തെറ്റ് കണ്ടുപിടിക്കാൻ, അണ്ണാച്ചി പക്ഷേ തെറ്റുകൾ കണ്ടുപിടിച്ചു അതിൻ്റെ ഇടയിൽ കൂടെ. പെട്ടെന്ന് നമുക്ക് അതൊന്നും നമ്മുടെ മനസ്സിലേക്ക് വരാണ്ട് ഒരു 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 നല്ലൊരു ഷോ കാണുന്ന പോലെ മോള് പാടിയത് കാണാൻ പറ്റി. അത് തന്നെ ബ്യൂട്ടിഫുൾ കാര്യം കേട്ടോ. ഓൾ ദ ബെസ്റ്റ് മോളെ. താങ്ക് യു സർ. താങ്ക് യു രാഹുലേട്ടാ. ഓക്കെ, അപ്പൊ ഇനി ചോദിക്കാം. ഓക്കെ, ശരത് സാർ. 8.7 മോളെ മാറി. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. രാഹുലേട്ടാ? ഞാൻ 8.7 വെച്ചിട്ട് ഒരു ഓർക്കസ്ട്രയ്ക്ക് ഒരു 0.2 കൂടെ കൂട്ടി കേൾക്കാം. 8.9. ചേച്ചി, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പെർഫോമൻസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു പവർ പാക്ഡ് ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഷോ കാണുന്ന പോലെയുള്ള ഒരു സംഭവമായിരുന്നു. 8.9. താങ്ക് യു. ടോട്ടൽ 26.5. സൂപ്പർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.